മഞ്ജുവും ദിലീപും ഒരുമിച്ചുള്ള ആ കോംബോ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ജീവിതത്തിൽ അവർ ഒന്നിച്ചപ്പോൾ മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. പക്ഷേ കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങിക്കൂടിയ മഞ്ജുവിനെ വെറും നോക്കുകുത്തിയാക്കി നിർത്തി അനുവാദം കൂടാതെ ചിലരൊക്കെ ആ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറി. അമിതമായി ഭർത്താവിനെ വിശ്വസിച്ച് സ്നേഹിച്ച മഞ്ജുവിനെ കാത്തിരുന്നത് വലിയൊരു ചതിയായിരുന്നു. ഇവരുടെ കുടുംബജീവിതം തകർന്നടിയുന്നത് മലയാളി പ്രേക്ഷകർക്ക് ഏറെ വേദനാജനകമായ ഒന്ന് തന്നെയായിരുന്നു. ദിലീപ് എന്ന നടൻ മലയാളികളിൽ ഒട്ടുമിക്ക ആളുകളുടെയും മനസ്സിൽ ഒരു വേദന തന്നെയാണ് ഉണ്ടാക്കിയത്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ നെഞ്ചോട് ചേർത്തിരുന്നു. ഈയൊരു സംഭവത്തോടെ നിരവധി പേർ അദ്ദേഹത്തെ തള്ളിക്കളയാൻ ആരംഭിച്ചു. രണ്ടാം വിവാഹവും നടിയാക്രമണ കേസുമെല്ലാം ദിലീപിനെ മലയാളികൾ മനസ്സിൽ നിന്ന് അകറ്റി നിർത്താൻ കാരണങ്ങളായി. ഒരിക്കൽ മഞ്ജുവും ദിലീപും ഒരുമിച്ച് അഭിനയിക്കുമോ എന്ന ചോദ്യങ്ങളും ഇരുവരും നേരിട്ടു. ഒഴിച്ചുകൂടാനാവാത്ത നായിക മഞ്ജുവാണെങ്കിൽ അത് സംഭവിക്കാമെന്ന് ദിലീപ് പറഞ്ഞപ്പോൾ തനിക്ക് അതേക്കുറിച്ച് സംസാരിക്കാനില്ലെന്ന് മഞ്ജു പറഞ്ഞു. രണ്ടു ദിശകളിൽ ഇരുവരും യാത്ര ചെയ്യുമ്പോൾ മകൾ മീനാക്ഷിയുടെ വിവാഹമാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴത്തെ ഇരുവരും വിഷു ആശംസകൾ നേർന്നുകൊണ്ടെത്തിയിരിക്കുകയാണ്. ഹാപ്പി വിഷു. നിങ്ങൾ ആരാധിക്കുന്നത് കണ്ണാടി. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രതിഫലിക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആകർഷിക്കുക. നിങ്ങൾ എങ്ങനെ ബഹുമാനിക്കുന്നുവോ അതായി മാറുക. ഇങ്ങനെയാണ് വിഷു ആശംസകൾ നേർന്ന് മഞ്ജു കുറിച്ചത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അർത്ഥം വയ്ക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും മനസ്സിലായില്ല ചേച്ചി എന്നാണ് ചിലരൊക്കെ പറയുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ എന്നാണ് ദിലീപ് കുറിച്ചത്. പവി കെയർടേക്കർ എന്ന ചിത്രത്തിൻ്റെ പോസ്റ്റിനൊപ്പമായിരുന്നു ഇത്. അതേസമയം മലയാള തനിമ നിറഞ്ഞ മഞ്ജുവിൻ്റെ അതിമനോഹരമായ ചിത്രങ്ങൾ ഏറെ വൈറലായി മാറുന്നു. മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും പൃഥ്വിരാജും അങ്ങനെ നിരവധി താരങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് വിഷു ആശംസകൾ നേർന്നെങ്കിലും മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും വിഷു ആശംസകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു.